ഞാൻ വീണ്ടും വന്നു ഒരു പുതിയ റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ കാട ഫ്രൈ. ആ ഫുൾ കാട ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. അതിൻ്റെ ഭംഗി തന്നെ കുറേ നേരം നമ്മൾ ആസ്വദിച്ചിട്ടാണ് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വളരെ ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും. അപ്പം നമുക്ക് അതേപോലെ തന്നെ വീട്ടിൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഫുൾ കാട ഫ്രൈ ചെയ്തെടുത്താലോ? വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ കാട ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ഫുൾ കാട കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കാട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കാട ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കാടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് ഇത് കുഴയ്ക്കുന്നില്ല, കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം, എങ്കിലാണ് നന്നായിട്ട് കാടയമേ പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചത് കൊണ്ട് ഒരു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ലൂസാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി കാട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം കാടയമേ. അപ്പോൾ ഇതിനകത്ത് കാട ഓരോന്നിട്ടിട്ട് അതുമ്പോൾ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം. കാടയമ മുഴുവനായിട്ട് ഇതൊന്ന് നമുക്ക് തേച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ മസാല ഞാൻ നന്നായിട്ട് കാടയമ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ കാടയമ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ മസാലകളെല്ലാം കാടയമ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും എടുത്ത് വെക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാട മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാട ഇട്ട് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കാട എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരുള്ളൂ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് കാട ഉള്ളൊന്നും വേവില്ല. അതുകൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് 2 സൈഡും നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാട ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇടാം, എന്നാലാണ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാട നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് കോരി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാട രണ്ടും ഞാനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിൽ കഴിക്കാൻ റെഡി ആയിട്ട് കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാടയ്ക്ക് കുറച്ചും കൂടി ഒരു കളർ വേണം, ഒരു റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാടയ്ക്ക് കുറച്ചും കൂടി കളർ ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് വീട്ടിൽ കഴിക്കുന്നതുകൊണ്ട് ഇത്രയും കളറും ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടും. നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഫുൾ കാട ഫ്രൈ. പിന്നെ
റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ച് കുറച്ച് കളർ കുറവായിരിക്കും നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. അതിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഫുഡ് കളർ ആഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കളർ മാത്രമേ ഇച്ചിരി കുറയുള്ളൂ, ടേസ്റ്റിനൊന്നും യാതൊരു വക കുറവുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.